പ്രൈസ് ദി ലോർഡ്. സംഖ്യാപുസ്തകം 10-ാം അധ്യായം 1 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങൾ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, വെള്ളി കൊണ്ട് 2 കാഹളമുണ്ടാക്കുക, അടിപ്പുപണിയായി അവയെ ഉണ്ടാക്കണം. അവ നിനക്ക് സഭയെ വിളിച്ചുകൂട്ടുവാനും പാളയത്തെ പുറപ്പെടുവിപ്പാനും ഉതകണം. അവ ഊതുമ്പോൾ സഭ മുഴുവനും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ നിന്റെ അടുക്കൽ കൂടേണം. 1 കാഹളം മാത്രം ഊതിയാൽ ഇസ്രയേലിൻ്റെ സഹസ്രാധിപന്മാരായ പ്രഭുക്കന്മാർ നിന്റെ അടുക്കൽ കൂടേണം. ഗംഭീരധ്വനി ഊതുമ്പോൾ കിഴക്കേ പാളയങ്ങൾ യാത്ര പുറപ്പെടേണം. 2-ാം പ്രാവശ്യം ഗംഭീരധ്വനി ഊതുമ്പോൾ തെക്കേ പാളയങ്ങൾ യാത്ര പുറപ്പെടേണം. ഇങ്ങനെ ഇവരുടെ പുറപ്പാടുകൾക്കായി ഗംഭീരധ്വനി ഊതേണം. സഭയെ കൂട്ടേണ്ടതിന് ഊതുമ്പോൾ ഗംഭീരധ്വനി ഊതരുത്. അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ ആകുന്നു കാഹളമൂതേണ്ടത്. ഇത് നിങ്ങൾക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിൻ്റെ നേരെ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീരധ്വനിയായി കാഹളമൂതേണം. എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ ഓർത്ത് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. നിങ്ങളുടെ സന്തോഷ ദിവസങ്ങളിലും ഉത്സവങ്ങളിലും മാസാരംഭങ്ങളിലും നിങ്ങൾ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിക്കുമ്പോൾ കാഹളമൂതേണം. അവ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ജ്ഞാപകമായിരിക്കും. യഹോവയായ ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു. അനന്തരം 2-ാം സംവത്സരം 2-ാം മാസം 20-ാം തീയതി മേഘം സാക്ഷ്യനിവാസത്തിന്മേൽ നിന്ന് പൊങ്ങി. അപ്പോൾ ഇസ്രയേൽ മക്കൾ സീനായ് മരുഭൂമിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. മേഘം പാരാൻ മരുഭൂമിയിൽ വന്നു നിന്നു. യഹോവ മോശെ മുഖാന്തരം കൽപ്പിച്ചതുപോലെ അവർ ഇങ്ങനെ ആദ്യമായി യാത്ര പുറപ്പെട്ടു. യഹൂദ മക്കളുടെ കൊടിക്കീഴുള്ള പാളയം ഗണം ഗണമായി ആദ്യം പുറപ്പെട്ടു. അവരുടെ സേനാപതി അമീനാദാബിൻ്റെ മകൻ നഹശോൻ. ഇസാഖാർ മക്കളുടെ ഗോത്രത്തിൻ്റെ സേനാപതി സൂവാരിൻ്റെ മകൻ നെഥനയേൽ. സെബുലൂൻ മക്കളുടെ ഗോത്രത്തിൻ്റെ സേനാപതി ഹേലോൻ്റെ മകൻ ഏലിയാബ്. അപ്പോൾ തിരുനിവാസം അഴിച്ചു താഴ്ത്തി ഗേർശോന്യരും മെരാര്യരും തിരുനിവാസം ചുമന്നുകൊണ്ട് പുറപ്പെട്ടു. പിന്നെ രൂബേൻ്റെ കൊടുക്കീഴുള്ള പാളയം ഗണം ഗണമായി പുറപ്പെട്ടു. അവരുടെ സേനാപതി ഷെദയൂരിൻ്റെ മകൻ എലീസൂർ. ശിമയോൻ മക്കളുടെ ഗോത്രത്തിൻ്റെ സേനാപതി സുരീഷദ്ദായിയുടെ മകൻ ശെലുമിയേൽ. ഗാദ് മക്കളുടെ ഗോത്രത്തിൻ്റെ സേനാപതി ദെയൂവേലിൻ്റെ മകൻ എലിയാസാഫ്. അപ്പോൾ കെഹാത്യർ വിശുദ്ധ സാധനങ്ങൾ ചുമന്നുകൊണ്ട് പുറപ്പെട്ടു. ഇവർ എത്തുമ്പോഴേക്ക് തിരുനിവാസം നിവർന്നു കഴിയും. പിന്നെ എഫ്രൈം മക്കളുടെ കൊടുക്കീഴുള്ള പാളയം ഗണം ഗണമായി പുറപ്പെട്ടു. അവരുടെ സേനാപതി അമ്മീഹൂദിൻ്റെ മകൻ എലീശാമ. മനശ്ശെ മക്കളുടെ ഗോത്രത്തിൻ്റെ സേനാപതി പെദാസൂരിൻ്റെ മകൻ ഗമലിയേൽ. ബെന്യാമിൻ മക്കളുടെ ഗോത്രത്തിൻ്റെ സേനാപതി ഗിദയോനിയുടെ മകൻ അബീദാൻ. പിന്നെ അവരുടെ എല്ലാ പാളയങ്ങളിലും ഒടുവിലത്തേതായിരുന്ന ദാൻ മക്കളുടെ കൊടുക്കീഴുള്ള പാളയം ഗണം ഗണമായി പുറപ്പെട്ടു. അവരുടെ സേനാപതി അമ്മീഷദ്ദായിയുടെ മകനായ അഹിയേസർ. ആശർ മക്കളുടെ ഗോത്രത്തിൻ്റെ സേനാപതി ഒക്രാൻ്റെ മകൻ പഗീയേൽ. നഫ്താലി മക്കളുടെ ഗോത്രത്തിൻ്റെ സേനാപതി ഏനാൻ്റെ മകൻ അഹീര. ഇസ്രയേൽ മക്കൾ യാത്ര പുറപ്പെട്ടപ്പോൾ ഗണം ഗണമായുള്ള അവരുടെ യാത്ര ഇങ്ങനെയായിരുന്നു. പിന്നെ മോശ തൻ്റെ അമ്മായപ്പനായ രയൂവേൽ എന്ന മിദ്യാനൻ്റെ മകനായ ഹോബാബിനോട്, നിങ്ങൾക്കു ഞാൻ തരുമെന്ന് യഹോവ അരുളി ചെയ്ത ദേശത്തേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുന്നു. യഹോവ ഇസ്രയേലിനു നന്മ ചൊല്ലിയിരിക്കൊണ്ട് നീ ഞങ്ങളോട് കൂടെ വരിക, ഞങ്ങൾ നിനക്ക് നന്മ ചെയ്യും എന്ന് പറഞ്ഞു. അവനോട് ഞാൻ വരുന്നില്ല, എൻ്റെ സ്വദേശത്തേക്കും ചാർച്ചക്കാരുടെ അടുക്കലേക്കും ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞങ്ങളെ വിട്ടു പോകരുതേ, മരുഭൂമിയിൽ ഞങ്ങൾ പാളയമിറങ്ങേണ്ടത് എങ്ങനെയെന്നു നീ അറിയുന്നു. നീ ഞങ്ങൾക്ക് കണ്ണായിരിക്കും. ഞങ്ങളോട് കൂടെ പോന്നാൽ യഹോവ ഞങ്ങൾക്ക് ചെയ്യുന്ന നന്മ പോലെ തന്നെ ഞങ്ങൾ നിനക്ക് ചെയ്യും എന്ന് പറഞ്ഞു. അനന്തരം അവർ യഹോവയുടെ പർവ്വതം വിട്ട് 3 ദിവസത്തെ വഴി പോയി.
യഹോവയുടെ നിയമപെട്ടകം അവർക്ക് വിശ്രാമസ്ഥലം അന്വേഷിക്കേണ്ടതിന് 3 ദിവസത്തെ വഴി മുമ്പോട്ട് പോയി. പാളയം പുറപ്പെട്ടപ്പോൾ യഹോവയുടെ മേഘം പകൽ സമയം അവർക്കു മീതെ ഉണ്ടായിരുന്നു. പെട്ടകം പുറപ്പെടുമ്പോൾ മോശ, യഹോവേ, എഴുന്നേൽക്കണമേ, നിന്റെ ശത്രുക്കൾ ചിതറുകയും നിന്നെ പകയ്ക്കുന്നവർ നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുകയും ചെയ്യട്ടെ എന്ന് പറയും. അത് വിശ്രമിക്കുമ്പോൾ അവൻ, യഹോവേ, അനേകായിരമായ ഇസ്രയേലിൻ്റെ അടുക്കൽ മടങ്ങി വരണമേ എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. വായിച്ച തിരുവചന വേദഭാഗങ്ങളാൽ കർത്താവ് നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.